ഡോക്, എന്താണ് ഈ നോർമൽ പീരീഡ്? ചിലർക്ക് ഭയങ്കര ഹെവി ഫ്ലോ ആയിരിക്കും, ചിലർക്ക് ഭയങ്കര ലൈറ്റ് ഫ്ലോ ആയിരിക്കും. നമ്മളൊരു നോർമൽ പീരീഡിനെ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? ഒരു നോർമൽ പീരിയഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രെഡിക്റ്റബിൾ. അതായത് നിങ്ങൾക്ക് ഏകദേശം അറിയാം ഇന്ന ഡേറ്റിനാണ് എനിക്ക് പീരിയഡ്സ് ഉണ്ടാവുക. അതിൽ നിന്ന് ഒരു ഡേ നേരത്തെ അല്ലെങ്കിൽ ഒരു ഡേ അങ്ങോട്ടും ഇങ്ങോട്ടായാൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ. സെക്കൻഡ്, ഇറ്റ് വിൽ ബി മാനേജബിൾ പെയിൻ. അതായത് നമ്മളെ വേദന നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്, നമ്മളൊരു പീരിയഡ്സ് ആയി എന്ന് വിചാരിച്ച് നമ്മൾ ഡെയിലി റൂട്ടീൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നാലാമത്, മോഡറേറ്റ് ഫ്ലോ ആയിരിക്കും. അതായത് ഫ്ലോ ഭയങ്കര കുറവുമല്ല ഭയങ്കര ഹെവിയും അല്ല. പിന്നെ ഇതിൻ്റെ എല്ലാം ഉപരി, അതായത് ഈ ഒരു പാറ്റേണിലായിരുന്നു പോകുന്നത്. ഓക്കെ. പിന്നെ ഒരു ഡ്രാസ്റ്റിക്കലി ഒരു 2-3 മാസമായിട്ട് ഹെവിയായി, അല്ലെങ്കിൽ ഭയങ്കര ഇൻറ്റൻസ് പെയിന് കൂടി, അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരുമ്പോഴാണ് യു അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് എ പ്രോബ്ലം, അല്ലെങ്കിൽ ദർ ഇസ് എൻ അണ്ടർലൈൻ റീസൺ ഫോർ ഇറ്റ്. എന്താണ് അബ്നോർമൽ പീരിയഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസ് പെയിൻ ആയിരിക്കും. അതായത് വേദന സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അതൊരു അബ്നോർമൽ വേ. ദറ്റ് മീൻസ് യുവർ ബോഡി ഈസ് ട്രൈങ് ടു ടെൽ യു സംതിങ് ദറ്റ് ഞാനൊരു എന്തോ ഒരു ഡിഫറൻസസിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലപ്പം തലവേദന ഭയങ്കരമായിട്ട് വരാം. അങ്ങനെ കുറേ നിങ്ങൾക്ക് ആ നോർമൽ റൂട്ടീനിൽ നിന്ന് മാറി വന്നെന്ന് മനസ്സിലാവുമ്പോഴാണ് അബ്നോർമലായിട്ട് വരുന്നത്. നൗ വൈ ഇറ്റ് കുഡ് ബി, ചിലപ്പം ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ആയിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡി, മെഗ്നീഷ്യം, B12. പിന്നെ അത് പുവർ ഗട്ട് ഹെൽത്ത് കൊണ്ടായിരിക്കാം. ലോട്ട് ഓഫ് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്, ബോഡിയിൽ നീർക്കെട്ട്. പിന്നെ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസസ്. അത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോ പ്രൊജസ്ട്രോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈ ഡോമിനൻറ്റ് ഈസ്ട്രജൻ. ഓക്കെ. ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടായിരിക്കാം. പിന്നെ ഫൈനലി പറയാനുള്ളത് പുവർ ലിവർ ഡിറ്റോക്സ്. അതായത് നമ്മളെ ബോഡിയിലെ ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള കുറേ കാരണങ്ങളുണ്ടാവും. അത് നമ്മൾ ലിവറാണ് ഡിറ്റോക്സ് ചെയ്ത് കൊണ്ടുപോകണം. അത് നമ്മുടെ ശരീരത്തിൽ ഹെവി മെറ്റൽസ് കൂടുതലായി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഡിറ്റോക്സ് സിസ്റ്റം നമ്മുടെ ബോഡിയിൽ ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ അബ്നോർമൽ പീരിയഡ്സ് ഉണ്ടാവും.